80 വയസ്സുള്ള മനുഷ്യന്മാർക്ക് ക്ലാസ്. ആ ക്ലാസ്സിന്റെ ഇടയിൽ ഒരാൾ തീർന്നേന് എന്തോ ഒരു വിറ്റടിച്ചിട്ട് അയാൾ ഞാൻ അങ്ങനെ തട്ടിയിട്ട് പറഞ്ഞു മോട്ടിവേഷൻ ക്ലാസ് കേട്ട് മരിക്കല്ല മനുഷ്യ. പിറ്റേ ദിവസം പത്രത്തിൽ വരില്ലേ? എന്റെ അവസ്ഥ എന്തായിരിക്കും? ഞാൻ ഭയങ്കര ഫേമസ് ആയിരുന്നേ. എന്നെ ബുക്ക് ചെയ്യും, സകല മനുഷ്യന്മാരും ബുക്ക് ചെയ്യും. ഫാമിലി കൗൺസിലിംഗ് 2 എണ്ണം തട്ടണം. പണ്ട് പറഞ്ഞിരുന്ന കസ്റ്റമർ ഈസ് എ കിങ് ആണ്, കസ്റ്റമർ കിങ് ആണ്. അപ്പൊ ഭയങ്കര ബഹുമാനത്തോടു കൂടിയാണ് നമ്മൾ കസ്റ്റമറെ ഡീൽ ചെയ്തിരുന്നത്. ഇപ്പൊ പുതിയ കാലത്ത് പറയുന്നത് കസ്റ്റമർ ഈസ് എ ബേബി. കസ്റ്റമർ ഒരു കുഞ്ഞാണ്. ഒരു കുഞ്ഞിനെ കണ്ടാൽ നമ്മൾ എന്തൊക്കെ ചെയ്യും? പാല് കൊടുക്കുന്നു. ആര്? ട്രെയിനിലൊക്കെ കണ്ടിട്ടില്ലേ? ഒരു സ്ത്രീ ഒരു കുട്ടീനെ എടുത്തിട്ടുണ്ടാവും, നമ്മൾ ഓപ്പോസിറ്റ് ഇരുന്നിട്ട് കസ്റ്റമറെ കണ്ടാൽ ആദ്യം ചെയ്യണം ഒന്ന് പുഞ്ചിരിക്കുക എന്നുള്ളത്. ചിരിച്ചോണ്ട് തുടങ്ങുക, പിന്നെ സീരിയസ് ആവും. ഒരു മുതലാളി എന്നോട് പറഞ്ഞ നല്ല വണ്ടി എനിക്കുണ്ട്, പക്ഷെ അതായിട്ട് ഞാൻ കമ്പനിയിലേക്ക് പോവില്ല, ഞാൻ ഓൾട്ടോയിലോ മറ്റേ, കാരണം നല്ല വണ്ടിയാണ്. അപ്പൊ എന്താന്നറിയില്ല, എന്റെ തന്നെ തൊഴിലാളികൾ എന്നെ പ്രാവുന്ന നമ്മുടെ വേർപ്പാടാ പോണത്. അയാളുടെ ഒരു പോലീസ് അങ്ങനെ അല്ലല്ലോ. നമ്മൾക്ക് ഇഫ് യു വാണ്ട് മണി ബി എമംഗ് ദ മണി എന്നാണ്. ഗ്രോ വിത്ത് ദ കമ്പനി. കമ്പനി വളരുന്നു, ഞാനും വളരുന്നു. കരയിലിരുന്ന് കപ്പലണ്ടി കുറിച്ച് കളിക്കാം, കടലിൽ ഇറങ്ങി കളിച്ച് കഴിവ് കാട്ടാം. കടല് കാണാൻ പോയതിന്റെ ഭംഗി അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? കടലിറങ്ങണം. ചിലവരും ചെയ്യുന്നത് കരയിലിരുന്നിട്ട് കപ്പലണ്ടി ഇങ്ങനെ കുറിച്ച് കഴിക്കും. അതൊരു രസം ഉണ്ടാവില്ല. കടലിറങ്ങിയാൽ അതിന്റെ രസം ഉണ്ടാവുള്ളൂ, അല്ലെ? ജീവിതത്തിൽ അങ്ങനെയാണ്. ഇറങ്ങിക്കളിക്കണം, ഗ്രൗണ്ടിൽ ഇറങ്ങിക്കളിക്കണം. ഗാലറിയിൽ ഇരുന്ന് കൈയടിക്കാനും സുഖം. കസ്റ്റമേഴ്സിനെ ക്രിസ്മസിന് മെസ്സേജ് അയക്കുമ്പോ ക്രിസ്മസിന്റെ അന്ന് അയക്കരുത്, ക്രിസ്മസിന്റെ തലേ ദിവസം അയക്കരുത്, 4 ദിവസം മുമ്പ് അയക്കണം. അന്നും തലേ ദിവസം ഇഷ്ടം പോലെ മനുഷ്യന്മാരെ അയക്കും, അല്ലേ? നമ്മൾ കിട്ടുമ്പോ ശല്യം ഇടണവും. എന്റെ ഗാലറി നിറഞ്ഞു എന്ന് പറയാ. ബർത്ത്ഡേക്ക് അന്ന് അയക്കണം കേട്ടോ. ഹാപ്പി ബർത്ത്ഡേ സാർ. അതിപ്പോഴല്ല, അല്ല ബർത്ത്ഡേ വരൂലോ, അങ്ങനെ ബർത്ത്ഡേ അന്നത്തെ ദിവസം അയക്കണം. അപ്പൊ നമ്മള് അതായത് TV വർക്ക് ചെയ്യുന്നു, കുട്ടികൾ ബഹളം ഉണ്ടാക്കുന്നു, ഫോൺ വരുന്നു. ഒരു പുരുഷനാണ് ഫോൺ എടുക്കുന്നെങ്കിൽ അയാള് TV മ്യൂട്ട് ചെയ്തിട്ട് കുട്ടികൾ എന്നിട്ടേ ഫോൺ എടുക്കൂ. സ്ത്രീ ഉണ്ടല്ലോ നൈസായിട്ട് ആണോ കാശ് തരൂല്ല മോളെ, ഇല്ല 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 ഇല്ല, അവർക്ക് പറ്റും. സ്ത്രീ ഭയങ്കര കഴിവാർക്ക് സ്ത്രീകൾക്ക്, അല്ലെ? വീട്ടിലെ അമ്മയച്ഛനോടൊക്കെ പോയി പറയേണ്ട ചില ഡയലോഗുകളുണ്ട്. കുറെ കാലമായിട്ട് ബന്ധുക്കൾ വരുമ്പോ മാത്രം കൊടുക്കാൻ വേണ്ടി കുറെ സാധനങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു പുതപ്പുണ്ടാവും. ഒരു സ്ത്രീ പറഞ്ഞത് ആശുപത്രിയിൽ പോകുമ്പോ കൊണ്ടുപോകാൻ അത്രേ പുതപ്പ്. അപ്പൊ ആശുപത്രിയിൽ പോകണമെന്ന് കാത്തിരിക്കുക. പിന്നെ കുറെ പ്ലേറ്റ് ഉണ്ട് തൊടാത്ത, ബെഡ്ഷീറ്റ്. അതാർക്കുള്ളതാ? ബന്ധുക്കൾക്കുള്ളതാ. നല്ല പ്ലേറ്റ് ആർക്കാ? ബന്ധുക്കൾക്ക്. നല്ല ഗ്ലാസ് ബന്ധുക്കൾക്ക്. ഇത് നമുക്ക് അനുഭവിക്കാനാ. 2 മിനിറ്റൊക്കെ ട്രെയിൻ ലേറ്റ് ആയി കഴിഞ്ഞാൽ, 10 മിനിറ്റൊക്കെ ലേറ്റ് ആയി കഴിഞ്ഞാൽ ഇരട്ടി പൈസ കിട്ടുന്ന നാടുകളുണ്ട്. 2 മിനിറ്റ്സ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ. ഇവിടെയൊക്കെ ഒന്ന് ആലോചിച്ച്, കോഴിക്കോട് ഒരു ട്രെയിൻ വന്നിട്ട് കറക്റ്റ് ടൈമിന് എത്തിയപ്പോ എല്ലാരും മാലയൊക്കെ ഇട്ട് സ്വീകരിച്ചു. കറക്റ്റ് ടൈമിന് 11 മണിക്ക് എത്തിയപ്പോ മാലയൊക്കെ ഇട്ടിട്ട് ലോക്കോ പൈലറ്റിന് സ്വീകരണം. അപ്പൊ അയാൾ പറയും, സോറി, ഇത് ഇന്നലെ 11 മണിക്ക് എത്തേണ്ടതാ, 24 hours ലേറ്റ് ആണ്. പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഞാൻ ക്ലാസ് എടുത്ത് കഴിഞ്ഞിട്ട് ഒരാൾ വന്നിട്ട് എന്നോട് കെട്ടിപ്പിടിച്ചു. ഞാനൊരു ഡയലോഗ് പറഞ്ഞു ആ ക്ലാസ്സിലെ. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ വീട്ടിലെ ഡ്രസ്സ് അവിടെ ഊരിയിടണം, പോലീസ് സ്റ്റേഷന്റെ ഡ്രസ്സ് കയറ്റിയിടണം. പോലീസ് സ്റ്റേഷനിലേക്ക് കയറുമ്പോൾ പോലീസായിട്ട് കയറാം. പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങുമ്പോ യൂണിഫോം അവിടെ ഊരിയിട്ടിട്ട് വീട്ടിലത്തെ ഡ്രസ്സ് എടുത്ത്, ഡ്രസ്സ് പറഞ്ഞാൽ മനസ്സുകൊണ്ട് അയാള് വീട് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകും, പോലീസ് സ്റ്റേഷൻ വീട്ടിലേക്കും കൊണ്ടുപോകും. ആ കേസൊക്കെ ആയിട്ട് പോവാ. എന്നിട്ട് ഭാര്യ പ്രതി, മക്കള്, അമ്മയമ്മ, എല്ലാരെയും സംശയം. ഇവനാണോ ചെയ്യുന്നത്? തോൽവികളെ ആഘോഷിക്കണം. സെലിബ്രേറ്റ് ഫെയിലിയർ. മജ്ലിസ് കോളേജ് വളാഞ്ചേരി. ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന നേരത്ത് ഫുട്ബോൾ കളി അപ്പുറത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. കളി കഴിഞ്ഞ് പിള്ളേർ ഇങ്ങനെ മുദ്രാവാക്യം വിളിച്ചു വരുന്നു. മുദ്രാവാക്യം എന്തായിരുന്നു അറിയോ? ഞങ്ങൾക്ക് എന്താ തോറ്റൂടെ? തോറ്റവരാ? ജയിച്ചവരറിഞ്ഞിട്ടില്ല. ജയിച്ചവര് ഗ്രൗണ്ടിൽ നിൽക്കുമ്പോ തോറ്റവരാ മുദ്രാവാക്യം വിളിക്കുന്നു. ഞങ്ങൾക്ക് എന്താ തോറ്റൂടെ? ജയിച്ചിട്ട് എന്തുണ്ടാക്കാനാ? ശരിക്കും പറഞ്ഞാണല്ലോ, തോൽവിയാ നമ്മളെ പഠിപ്പിക്കുന്നത്. 3 തരത്തിലാണ് നമ്മൾ ഒരു പ്രശ്നത്തെ അഭിമുഖീകരിക്കുക മനുഷ്യന്മാര്. FFF എന്ന് പറയും. ഓക്കെ, ഫ്ലൈ,
ഫ്രീസ്, ഫൈറ്റ്. ഫോർ എക്സാമ്പിൾ, ഒരു പട്ടി കടിക്കാൻ വരുന്നു, നമ്മൾ എന്ത് ചെയ്യും? ഓടല്ല, പറക്കും. ഫ്ലൈ അല്ലേ, പറക്കും. ചിലവരെന്ത് ചെയ്യും? ഫ്രീസ്. ചിലവരെന്ത് ചെയ്യും? ഫൈറ്റ്. ആദ്യത്തെ രണ്ടിലും പട്ടിയാണ് തീരുമാനിക്കുക എന്ത് ചെയ്യണമെന്ന്. ആദ്യത്തെ രണ്ടിലും പട്ടിയാണ് തീരുമാനിക്കുക എന്ത് ചെയ്യണമെന്ന്. നമ്മൾ പറക്കുന്നു, പട്ടി പറയും പറന്നോളൂ, ഞാൻ വരാം, ചേച്ചി ആ മതിലിന്റെ അവിടെ ഉണ്ടാവൂലേ. രണ്ടാമത്തേല് പട്ടി മാത്രമേ തീരുമാനിക്കൂ, ഫ്രീസ്. പിന്നെ പട്ടിക്കാന്. മൂന്നാമത്തേൽ എന്ത് ചെയ്യും? ഫൈറ്റ് അല്ലേ. അപ്പൊ ഒരു പ്രശ്നം വരുമ്പോ ഓടി ഒളിക്കരുത്, വിറങ്ങലിച്ച് നിൽക്കരുത്, നമ്മൾ എന്ത് ചെയ്യണം? ഫൈറ്റ് ചെയ്യണം. അമ്മമാർക്ക് മക്കളോട് ചെയ്യാനുള്ള ഏറ്റവും നല്ലൊരു കാര്യം അവരുടെ അച്ഛനെ സ്നേഹിക്കുക എന്നുള്ളതാണ് അല്ലെ. അച്ഛന് മക്കളോട് ചെയ്യാനുള്ള ഏറ്റവും നല്ല കാര്യം അവരുടെ അമ്മയെ സ്നേഹിക്കുക എന്നുള്ളതാണ്. സ്നേഹിക്കൂ. അയ്യോ, ഞാൻ സ്നേഹത്തിന്റെ പ്രവാചകനാണ്. എല്ലായിടത്തും പോയിട്ട് ഞാൻ ഈ പ്രസംഗിക്കുന്നത് സ്നേഹിക്കാനാണ്. ഒരു മിനിറ്റ്, നീ പേര് സ്നേഹം മനസ്സിലാക്കിയത്? ഈ സാർ എവിടെ ഇരുന്നു ഇത്രയും കാലം? ജീവനോടെ ഇരിക്കുമ്പോ പൂവ് കൊടുക്കാത്ത ഒരാളും മരിച്ചിട്ട് റീത്ത് കൊടുക്കാൻ പോലും. ജീവനോടെ ഇരിക്കുമ്പോ ഉമ്മ കൊടുക്കാത്ത ഒരാളും മരിച്ചു കിടക്കുമ്പോ പോയി ഉമ്മ വെക്കരുത്. ജീവനോടെ ഇരിക്കുമ്പോ ഒരു പൂ കൊടുത്താൽ മതി. പക്ഷെ റീത്ത് കുറെ പൂക്കളുണ്ടാവും, കുറ്റബോധത്തിന്റെ പൂക്കളാണ്. ആ പൂവ് അയാൾ കാണില്ല, ആ ഉമ്മകൾ അനുഭവിക്കില്ല. കുറ്റബോധത്തിന്റെ ഉമ്മകളാണ് മരിച്ചു കിടക്കുമ്പോ കൊടുക്കുന്നത്. സ്നേഹം പ്രകടിപ്പിക്കാനാണ്. പ്രകടിപ്പിക്കുക സ്നേഹത്തെ. നമ്മുടെ ക്ലാസ്സില് ഏറ്റവും അലമ്പന്മാരാണ് ഏറ്റവും സ്നേഹമുള്ളത്. ചില ടീച്ചർമാർ ഇങ്ങനെ ക്ലാസ്സിൽ കയറുമ്പോ എന്നാ പിശാശ് വന്നിട്ടുണ്ട്, വന്നിട്ടുണ്ട്. ഒരു പ്രിൻസിപ്പിൾ പറഞ്ഞ എന്റെ മുമ്പിൽ വെച്ചിട്ട് അവൻ ഇന്നും വന്നു. ഞാൻ ആരാണ്? +2 പോയി. എന്തേ? അവനെ കണ്ട എന്റെ മൂഡ് പോകും സാറേ. ഞാൻ പറയും രാജിവെക്കണോ വേണ്ടേ? അതിനാണ് ശമ്പളം തരുന്നത്. ട്രെയിനിലേക്ക് ഒരു മലയാളി TTR ആണ് വന്നത്. അപ്പൊ ഇവൻ ടിക്കറ്റ് എടുക്കാത്ത ഫൈൻ അടിച്ചു കൊടുക്കണം. എങ്ങനെയെന്ന് പറയും. ആദ്യത്തെ കുട്ടി ഫുൾ സ്ലീവാണ്, അപ്പൊ 200 രൂപ ഫൈൻ. അടുത്ത കുട്ടി ഹാഫ് സ്ലീവ്, 100 രൂപ ഫൈൻ. അടുത്ത കുട്ടി സ്ലീവ്ലെസ്, 50 രൂപ ഫൈൻ. അടുത്ത കുട്ടിക്ക് ഫൈൻ ഇല്ല. ആ കുട്ടി ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അതാണ് ഇയാള് കയ്യെന്നത് പറ്റിച്ചൂലേ മനുഷ്യ. ഇതാ ഞാൻ പറഞ്ഞ ആറ്റിറ്റ്യൂഡ്. If you don't have a plan for you, somebody else will have a plan for you. നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് പ്ലാൻ ഇല്ലെങ്കിൽ വേറൊരാൾക്ക് നമ്മളെക്കുറിച്ച് പ്ലാൻ ഉണ്ടാവും. നമ്മൾ വേറെ ആരുടെ പ്ലാൻ ഇല്ല. ഇടയ്ക്ക് നമ്മൾ നമ്മളെ പ്ലാനിൽ ഒരു കളി കളിക്കണം. ഒന്ന് രാവിലെ എഴുന്നേറ്റിട്ടേ വെറുതെ ഒന്ന് ഇങ്ങനെ ഇരുന്നിട്ട് ഞാനിപ്പോ എങ്ങോട്ടാ പോകുന്നത്, ഈ പോണ പോക്ക് തന്നെയാണോ ലൈഫിൽ ഞാൻ തീരുമാനിച്ചത്, ഇങ്ങനെയൊക്കെ തന്നെയാണോ പോകേണ്ടതെന്നുള്ള ഒരു ചിന്ത മാത്രം എല്ലാ ദിവസവും ഒന്ന് കൊണ്ടുവരിക. അത് നമ്മുടെ ബിഹേവിയറിൽ ബാധിക്കും. എന്റെ മോൻ 9 വയസ്സാണ്. അവൻ എന്നോട് ചോദിക്കുക, ഡോക്ടർ സ്ട്രേഞ്ചും വണ്ടർ വുമനും കൂടി ഫൈറ്റ് ചെയ്താൽ ആര് ജയിക്കും? അവരുടെ സീരീസ് നമ്മൾ കാണണം. ആ സീരീസിലെ കഥാപാത്രങ്ങൾ നമ്മൾ കൊണ്ടുവരണം. കുട്ടികളുടെ അങ്ങനെ നമ്മൾ ഇവരെ പിടിക്കാൻ പറ്റുള്ളൂ. മണി ഹൈസ്റ്റ് കണ്ടവരുണ്ടോ? ടോക്കിയോ, ബെർലിൻ, ഇതിലെ കഥാപാത്രങ്ങളാണ്. ഒരു സ്ഥലത്ത് പോയപ്പോ പിള്ളേർക്ക് അറിയില്ല ഞാൻ ടോക്കിയോ, ബെർലിൻ, ഒരുത്തരാ പാലക്കാട്, ഒറ്റപ്പാലം, എന്താ അല്ല കുറെ സ്ഥലത്തിന്റെ പേരല്ലേ പറയുന്നത്. നമ്മുടെ ഡിസിഷൻസും നമ്മുടെ മോട്ടിവേഷനും നമ്മുടെ തീരുമാനം ഒക്കെ ഇറ്റ് ഈസ് എൻവയോൺമെന്റലാണ്. ചില സ്ഥലത്ത് പോയാൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് മോട്ടിവേറ്റഡ് ആവും. ചില ഫ്രണ്ട്സിനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ഒരു വൈബ് കിട്ടും. ചില സ്ഥലത്ത് പോയാൽ അതൊക്കെ ഡൗൺ ആവും. ചിലവരുണ്ട് അയ്യോ മൊത്തം പരാതി പറയാ, ടെൻഷൻ, ഒരു വിഷമം നമ്മൾ അങ്ങോട്ട് കൊടുത്താൽ അവരുടെ അടുത്ത് 2 വിഷമമുണ്ട്. അപ്പൊ നമുക്ക് മൊത്തം എത്ര വിഷമായി? ഇനി വേറെ കുറച്ച് പേരുണ്ട് വിഷമം വിൽക്കാൻ നടക്കുക, ടെൻഷൻ വിൽക്കുന്നവരുണ്ട്. എക്സാമിന് മുമ്പ് പഠിച്ചോ ഇല്ല, മനസ്സിലായോ? എൻവയോൺമെന്റിലാണ് ചേഞ്ച് വരുത്തേണ്ടത്. പിന്നെ നമ്മുടെ ഒരു മൈൻഡ് സെറ്റും. പ്രേമം പൊളിഞ്ഞു കണ്ട അനുഭവസ്ഥരൊക്കെ പറയണോ? നിന്റെ പൊളിഞ്ഞോ? അടുത്തത് തുടങ്ങുക. അടുത്തത് ചിലവര് സ്വയം മുറിവേൽപ്പിക്കുക, സ്വയം തകരുക, പാട്ട്, പഴയ പാട്ട്, താടി, അയ്യേ ഞാൻ എത്രമാത്രം അവളെ സ്നേഹിക്കുന്നു എന്നവളെ അറിയിക്കാൻ ഒറ്റ വഴിയുള്ളൂ, ഞാൻ ചാവ. അപ്പൊ ഡെഡ് ബോഡി കാണുമ്പോൾ അത് 3 ദിവസം ഉണ്ടാവുള്ളൂ. അടുത്ത് തുടങ്ങുക അല്ലെ? അടുത്ത് തുടങ്ങുക. ഒരു ഗ്ലാസ് നമ്മളൊരാൾക്ക് കൊടുക്കുമ്പോ ഗ്ലാസിന്റെ എവിടെ പിടിക്കണം?
അടിഭാഗം ഇതെങ്ങനെ പിടിക്കുന്നത്, ഇങ്ങനെ. ഇതാണ് അതിന്റെ ട്രെയിൻഡ് ആയിട്ടുള്ള രീതി. നമ്മൾ മുകളിൽ പിടിച്ച് കുടിക്കും. പക്ഷെ ഞാൻ കുറ്റം പറയല്ല, നമ്മുടെ നാട്ടിലെ ഒരു തട്ടുകട അല്ലെ പെട്ടിക്കട ലൈമ് വാങ്ങിക്കാൻ പോയ അവരെവിടെ പിടിക്കുക? അവര് മുകളിൽ പിടിക്കുക. ആ ഉള്ളി കൈയിടും. ഓ നിങ്ങൾ ഏതാ നാട്? എന്നിട്ട് നമുക്കിങ്ങനെ തരുമ്പോ 5 വിരലിലൂടെ ചളി ഇങ്ങനെ ഇറങ്ങുന്നുണ്ടാവും. നമ്മൾ അത് കൂട്ടിയടിക്കും. കോട്ട കെട്ടി നിൽക്കുക എന്ന് പറഞ്ഞാല് യുദ്ധത്തില് മോശം യുദ്ധതന്ത്രമാണ്. പണ്ടത്തെ യുദ്ധതന്ത്രമായിരുന്നു. അതിനുള്ളിലാവുമ്പോൾ നമുക്ക് സുരക്ഷിതത്വം ഫീൽ ചെയ്യുമെന്ന് വിചാരിക്കും. പക്ഷെ ആക്രമിക്കുന്നവർക്ക് സുഖം, ഇയാളെ ആക്രമിക്കാം. ചില മനുഷ്യന്മാര് അങ്ങനെ, ചില മനുഷ്യന്മാര് കോട്ട കെട്ടി നിൽക്കും. കോട്ട അവര് മാത്രം ഒരു കോട്ട കെട്ടിണ്ടാക്കി അതിനുള്ളിലിരിക്കും. പക്ഷെ ചില മനുഷ്യന്മാരെ പുറത്തിറങ്ങും, പുറത്തൊഴുകും, പൊട്ടി ഒഴുകും. പുതിയ കാലത്ത് പൊട്ടി ഒഴുകലാണ്. ഷെഫ് പിള്ള പറഞ്ഞ പോലെ സ്നേഹങ്ങൾ വാരി വിതറുന്ന കൂട്ടുകാരും കൂട്ടുകാരികളും ഫ്രണ്ട്ഷിപ്പും ഒക്കെ ഉണ്ടാവട്ടെ.